ഫൈനൽ ഇത്രയൊരു വൈബാണെങ്കിൽ ഫൈനൽ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. വേറെ പൊളിയായിരിക്കും. സെറ്റായി ഏകദേശം നിരണമല്ല ജയിച്ചത്, നടുവിലെ പറമ്പാണ് ജയിച്ചത്. നിന്റെ പ്രഡിക്ഷൻ തെറ്റായിരിക്കണം. പള്ളാത്തുരുത്തി ഉണ്ട്, വിയപുരം ഉണ്ട്, പിന്നെ നടുഭാഗം ഉണ്ട്. പുന്നമട ആയിരിക്കും. പുന്നമട അണ്ണൻ പുന്നമട പേരാട്ടാ, നമ്മുടെ ഫ്രണ്ട്. പുന്നമട നമ്മൾ പള്ളാത്തുരുത്തി കേൾക്കണമെന്നാണ് ആഗ്രഹം. ഇന്നത്തോടെ ഞാനേതാ പറഞ്ഞ നടുഭാഗം. അണ്ണൻ പറഞ്ഞ ക്ലബ്ബ് പോലും പറഞ്ഞുപോയി. അണ്ണ ഫിറ്റാണ്. പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞങ്ങൾ അങ്ങനെ തിരിച്ച് ആലപ്പുഴയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് CBL വള്ളംകളിയുടെ നാട് ആലപ്പുഴയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഇപ്പം എന്താണ് സിറ്റുവേഷൻ, അതായത് വില്ലേജ് ഇപ്പോൾ 1ാം സ്ഥാനത്ത് ഇരിക്കുന്നത്. ഇന്നിവിടെ ജയിച്ചിട്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുമോ CBL കപ്പ് ഉറപ്പിക്കാൻ പറ്റുമോ? നമുക്ക് എന്തായാലും ഉറപ്പിക്കാൻ പറ്റുമോ? ഇന്ന് ജയിക്കുമെന്നാണ് വിശ്വാസം. എന്തായി പുന്നമടയുടെ പള്ളാത്തുരുത്തിയുടെ എന്താണ് ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ? മീൻസ് നമ്മള് 2ാം സ്ഥാനത്താണ്, തിരിച്ച് ഇനി എല്ലാ കളിയും ജയിച്ച് കപ്പടിക്കുമോ? അതാണ് നമ്മുടെ പ്രതീക്ഷ. എന്റെ എക്സ്പെക്ടേഷൻ അതാണ്. പള്ളാത്തുരുത്തി ഇനിയുള്ള ഒരു 6 കളി ജയിച്ചു കഴിഞ്ഞാൽ ജയിക്കും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. നിങ്ങളുടെ എങ്ങനെയാ? ഞങ്ങളിപ്പോ ജയിച്ചിരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കോൺഫിഡൻസ് കൂടുതലാണ്. ഞങ്ങളുടെ വള്ളം നല്ലവരെ കളിക്കുന്നുണ്ട്. പിന്നെ ഫൈനൽ ടച്ചും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ഓക്കെ, ഇന്നത്തെ ട്രാക്ക് ആൻഡ് ഹിറ്റ്സ് എന്താ നമുക്ക് പോയി നോക്കിയിട്ട് വരാം. 1ാമത്തെ ഹീറ്റ്സ് നോക്കുകയാണ്. 1ാമത്തെ ഹീറ്റ്സ് നടുഭാഗം ചെറുതന വിയപുരം ആയിരിക്കും. ഞാൻ പറയുന്നത് വിയപുരം. 2ാമത് നടുഭാഗം ഫിനിഷ് ചെയ്യും, പക്ഷെ ടൈറ്റ് ആയിരിക്കും അല്ലേ? നല്ല കളിയാണ്. അപ്പൊ ഇനി 2ാമത്തെ ട്രാക്ക് ആൻഡ് ഹീറ്റ്സിൽ 2ാമത്തെ ഹീറ്റ്സിൽ ആയിരിക്കും. ഹീറ്റ്സ് എന്ന് പറയുന്നത് മേൽപ്പാടം, പായിപ്പാടൻ, ചമ്പക്കുളം ആയിരിക്കും. പക്ഷേ നല്ലൊരു ടൈറ്റ് വരുമോ? ഓക്കെ, അപ്പം നമുക്ക് 3ാമത്തെ ഹീറ്റ്സും കൂടെ നോക്കാം. 3ാമത്തെ ഹീറ്റ്സ് നമ്മുടെ നടുവിലെ പറമ്പൻ, നിരണം, കാരിച്ചാല് ഉറപ്പായിട്ട് അടിക്കും. നിരണം അടിക്കും. ആരടിക്കും? നടുവിലെ പറമ്പൻ അടിക്കും. ഞാൻ പറഞ്ഞ നടുവിലെ പറമ്പൻ. നമുക്ക് ഇതൊക്കെ ഫൈനലിൽ നോക്കാം. ഓക്കെ, ഫൈനൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയ നമുക്ക് ലൂസേഴ്സ് ഫൈനലും ഫസ്റ്റ് ലൂസേഴ്സ് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. ഫൈനൽ ആരൊക്കെ ആയിരിക്കും? ഫൈനല് 3 വള്ളം എന്തായാലും കളിക്കും, അത് ഉറപ്പാണ്. പിന്നെ ഒരു അതിലാര് കളിക്കും? വിയപുരം എന്തായാലും വരും, മേൽപ്പാടം വരും, പിന്നെ വരുന്ന നടുഭാഗം. ഓക്കെ, ആരൊക്കെയായിരിക്കും ഫൈനല്? ഫസ്റ്റ് ഹീറ്റ്സിലെ 2 വള്ളങ്ങളും ഫൈനലിൽ കളിക്കാൻ സാധ്യതയുണ്ട്. പുന്നമട നടുഭാഗവും വിയപുരവും കളിക്കും. പിന്നെ 2ാമത്തെ ഹീറ്റ്സിൽ മേൽപ്പാടം കയറും. മേൽപ്പാടം ഫൈനലിൽ തന്നെ കാണാം. 3ാമത്തെ ഹീറ്റ്സിൽ നല്ല ടൈം കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. നിരണമായിരിക്കും ജയിക്കുന്നത്. എന്തായാലും പുന്നമട, പള്ളാത്തുരുത്തി, വിയപുരം. അപ്പം ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്, എൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് മേൽപ്പാടം, വിയപുരം, പിന്നെ നമ്മുടെ പുന്നമട നടുഭാഗം കാണും. കപ്പാരടിക്കും. നമുക്ക് അടിക്കേണ്ടത് പള്ളാത്തുരുത്തി തന്നെ അടിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കപ്പാരടിക്കും. കപ്പ് ഇന്ന് നമ്മൾ തൂക്കും കേട്ടോ, ഇന്ന് നമ്മൾ തൂക്കും. വെയിലാണ് നമ്മുടെ പള്ളിയുടെ ബാധിക്കാൻ നിൽക്കുന്നത്. പക്ഷെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. നമ്മൾ വള്ളംകളി വ്ലോഗ് ചെയ്ത് ആശിക്കിന്റെ ലൈനെ വിളിക്കുകയാണ്. ആ മാസ്റ്ററിന്റെ പരിപാടി എന്താ നമുക്ക് പ്രവചനം കറക്റ്റായിട്ടുണ്ട്. കറക്റ്റായി മേൽപ്പാടം. ഇനി അടുത്ത ആയിരിക്കും? അടുത്ത നിരണം അടിക്കൂടാ. പള്ളാത്തുരുത്തി അടിച്ചു. എനിക്ക് തോന്നുന്നു കറക്റ്റ് നല്ല ടൈം ആയിരുന്നു തോന്നുന്നു. ബെസ്റ്റ് ടൈം ആയിരുന്നു തോന്നുന്നു. 1.5 വള്ളപ്പാടിനടുത്ത് അടിച്ചു പള്ളാത്തുരുത്തി. നൈസ് കളിയായിരുന്നു. പക്ഷേ ഫൈനലി ഈ ഒരു വില്ലേജും പള്ളാത്തുരുത്തിയില്ല എന്ത് ഫൈനലും. പിന്നെ അടുത്തതിൽ ആരെയും നിരണം അടിക്കും. നിരണം നല്ല ടീമാണ്. നടുവിലെ പറമ്പൻ ജയിക്കും. നടുവിൽ പറമ്പൻ നല്ല ടീമാണ്, പുതിയ വള്ളമാണ്. കാണാം നിരണത്തിന്റെ എക്സ്പീരിയൻസും. ഇന്ന് കേരളപ്പിറവിയായിട്ട് അതൊരു വേറൊരു വൈബ്. അത് ആർക്കും കിട്ടാത്ത, ഞങ്ങൾ ആലപ്പുഴക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു സാധനം. കേരളപ്പിറവിയായിട്ട് കേരളത്തിലെ തനത് കൾച്ചർ നമ്മുടെ നാട്ടിൽ ക്രൗഡും ഉണ്ടല്ലോ. നല്ല ക്രൗഡ് കണ്ട. ഒരു ശനിയാഴ്ചയായിട്ട് എല്ലാവരും വീട്ടിൽ കുത്തിയിരിക്കാതെ എല്ലാവരും വള്ളംകളി കാണാൻ പറ്റുന്നുണ്ട്.
IBC ഞാൻ പറയില്ല അവന്മാരെ കറുത്ത കുതിര അവന്മാർ ഈ പ്രാവശ്യം ഫൈനൽ കളിക്കും. ഈ വർഷം ഫൈനൽ കളിക്കും ഉറപ്പായിട്ടും. IBC അടുത്ത വർഷം നെഹ്റു ട്രോഫിയിൽ ഒരു വൻ മിറാക്കിൾ കാണിക്കാൻ വരുന്നു അവന്മാരെ. ഫസ്റ്റ് ലൂസേഴ്സിലെ ചെറുതനുണ്ട്, ചമ്പക്കുളം ഉണ്ട്, പിന്നെ പായിപ്പാടൻ. ആരോഗ്യം അല്ല ഫസ്റ്റ് ലൂസേഴ്സിൽ ആരോഗ്യം ഫസ്റ്റ് ലൂസേഴ്സിൽ ആരോഗ്യം പായിപ്പാടൻ. അപ്പൊ പായിപ്പാടാണ് പായിപ്പാടൻ ജയിക്കാനാണ് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അതാണ് നമ്മള് വള്ളംകളി പുറം ജില്ലയിൽ പോയിട്ട് ആലപ്പുഴ വരുന്നുള്ള ഒരു വൈബ് ഉണ്ട്. ഇതാണ് ആലപ്പുഴയുടെ വൈബ്. ആലപ്പുഴയിലോട്ട് വള്ളംകളി വന്നാൽ മാത്രമേ ഉള്ളൂ ഇത്രയും ഒരു ക്രൗഡും ഇത്രയും വൈബും. അത് ആലപ്പുഴ തന്നെ വള്ളംകളി വരണം, അല്ലാതെ വേറെ ജില്ലയിൽ പോയി കഴിഞ്ഞാൽ ഇത്ര ഒരു പങ്കാളിത്തം ഒന്നും കാണത്തില്ല. അതാണ് ആലപ്പുഴയുടെ പ്രത്യേകത. ഫൈനൽ ഇത്രയൊരു വൈബാണെങ്കിൽ ഫൈനൽ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. വേറെ പൊളിയായിരിക്കും. ഫൈനൽ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. നിരണമുണ്ട്, നടുവിലെ പറമ്പനുണ്ട്, പിന്നെ കാരിച്ചാൽ ആയിരിക്കും. നിരണം ആണ് ആയിരിക്കും. നിരണമുണ്ട്, കാരിച്ചാലുണ്ട്, പിന്നെ നടുവിലെ പറമ്പ് ആയിരിക്കും. കാരിച്ചാൽ എടാ ഏതായിരിക്കും? നിരണം, കാരിച്ചാല് അങ്ങനെ ഏത് ടീം ജയിക്കും? നിരണം, കാരിച്ചാല്, നടുവിലെ പറമ്പ്. അല്ലല്ല ലൂസേഴ്സില് ഇല്ല ജയിച്ചില്ലായിരുന്നു ടൈമില് ലാസ്റ്റ് ടൈമിൽ. ആ ഓക്കെ ഓക്കെ. ആരായിരിക്കും? നിരണം. ഇത് ഫസ്റ്റ് ലൂസേഴ്സാ. ലൂസേഴ്സാ. നിരണമുണ്ട്, നടുവിലെ പറമ്പൻ, കാരിച്ചാൽ. ആരായിരിക്കും? നിരണം. അണ്ണൻ നിരണ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ആരാ ജയിക്കുന്നത്. സെറ്റായി ഏകദേശം. നിരണമല്ല ജയിച്ചത്, നടുവിലെ പറമ്പാണ് ജയിച്ചത്. നിന്റെ പ്രഡിക്ഷൻ തെറ്റി നോജി, നിന്റെ പ്രഡിക്ഷൻ തെറ്റി. അടുത്ത ഫൈനൽ ട്രാക്കിന്റെ പ്രോബ്ലം വരുന്നുണ്ട്, എനിക്ക് അറിയില്ല കറക്റ്റ്. അപ്പം ഇനി അടുത്ത ഫൈനലിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. ആഷിഖ് ബിരാൻ ഒളിച്ചിരിക്കാതെ ഫൈനൽ എങ്ങനെയാ ജയിക്കുമോ? ആരെയൊക്കെയാ പള്ളാത്തുരുത്തി? ആരെയൊക്കെ നോജി? വിയപുരം അണ്ണാ. ആരെയൊക്കെയാണ്? പള്ളാത്തുരുത്തി ഉണ്ട്, വിയപുരം ഉണ്ട്, പിന്നെ നടുഭാഗം ഉണ്ട്, പുന്നമട. ആരെയൊക്കെ? പുന്നമട. അണ്ണൻ പുന്നമട പേരാട്ടാ, നമ്മുടെ ഫ്രണ്ട്. പുന്നമട. നമ്മൾ പള്ളാത്തുരുത്തി ജയിക്കണമെന്നാണ് ആഗ്രഹം. ഇന്നത്തോടെ ആദ്യത്തെ കളി ജയിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ആദ്യത്തെ കളി ജയിച്ച് CBL ഒരു ടൈറ്റ് കൊടുക്കാൻ പറ്റുമോ എന്ന് ഇന്ന് മനസ്സിലാവും. പക്ഷെ അറിയില്ല. ഈ ട്രാക്കൊക്കെ അനുകൂലമാണെന്ന് ഇവിടെ കുറെ ഓൺലൈൻ ആൾക്കാരൊക്കെ പറയുന്നു. പക്ഷെ അറിയില്ല എങ്ങനെയാ ജയിക്കുവാ. നല്ല കളിയായിരുന്നു. ബാഡ് ലക്ക് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്. നല്ല ട്രാക്ക് കിട്ടിയെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇന്ന് അവരുടെ ഡേ അല്ലായിരുന്നു. അപ്പം ഏകദേശം 5 കളി ഇപ്പോൾ BBC ജയിച്ചു. ഇനി ഏകദേശം എനിക്കൊന്നും മറൈൻ ഡ്രൈവ് കാണുന്നില്ല. അപ്പം ഇനി ബാലൻസ് 5 കളിയേ ഉള്ളൂ. അപ്പം എന്തൊക്കെ വന്നാലും CBLന്റെ കാര്യം ഏകദേശം വില്ലേജിന് കൺഫേം ആയിട്ടുണ്ട്. അതിൽ 5 കളി 2 കളി ജയിച്ചാൽ മതി. അമ്മാരെ ഈ ഒരു ഫോമിൽ വെച്ച് അമ്മാരെ എന്തായാലും ജയിക്കാൻ ചാൻസ് ഉണ്ട്. സോ അപ്പം ഇന്നത്തെ പരിപാടി ഇതൊക്കെയായിരുന്നു. അപ്പം ആര് ജയിച്ചു? വില്ലേജ് ജയിച്ചു. അപ്പം നമ്മുടെ ഈ വർഷത്തെ CBL സ്വപ്നങ്ങളൊക്കെ പോയി. അപ്പം മറ്റൊരു വൈബ് കൂടിയായിട്ട് കാണാം. നമ്മുടെ ടീംസ് എല്ലാവരും. ടാറ്റാ ബൈ ബൈ ഗുഡ് ബൈ.